ആലപ്പുഴ ജില്ലയിലെ മാന്നാറിനടുത്ത് കുട്ടമ്പേരൂരിൽ 1908 സ്ക്വയർ ഫീറ്റിൽ 3 കിടപ്പുമുറികളോട് കൂടി ശ്രീ അനിൽ ശ്രീമതി രാജി ദമ്പതികൾക്കായി നിർമ്മിച്ച വീടാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. പഴയകാല വീടുകളെ അനുസ്മരിപ്പിക്കും വിധമുള്ള റൂഫിംഗ് സ്ട്രക്ചറോട് കൂടിയിട്ടുള്ള ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ചേളാരി ബിൽഡിംഗ് ഡിസൈനേഴ്സ് MD ശ്രീ KV മുരളീധരനാണ്. ശിവപൗർണമി എന്ന വീടിന്റെ വിശേഷങ്ങളാണ് ബഡ്ജറ്റ് ഹോംസിന്റെ ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. പൂർണ്ണമായും ഇന്റർലോക്ക് ബ്രിക്സ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന്റെ റൂഫിംഗ് സ്ട്രക്ചറും പൂർണ്ണമായും GI ട്രസ് വർക്ക് ചെയ്ത് നാനോ സെറാമിക് കോഡുകൾ വിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പന്ത്രണ്ട് 7 സൈസ് വരുന്ന ഒരു സിറ്റ് ഔട്ടാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. നീളമുള്ള സ്റ്റെപ്പുകളാണ് ഇവിടെ സിറ്റ് ഔട്ടിനായിട്ട് നൽകിയത്. ബ്ലാക്ക് കളർ ഗ്രിപ്പോട് കൂടിയിട്ടുള്ള ടൈലുകളാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. ഇരുവശങ്ങളിലായിട്ട് പ്ലാൻ ബോക്സും നൽകിയിരിക്കുന്നു. ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിൽ വുഡൻ ഫിനിഷിംഗ് വരുന്ന രീതിയിലുള്ള മാറ്റ് ഫിനിഷ്ഡ് ആയിട്ടുള്ള ടൈലുകളാണ് സിറ്റ് ഔട്ടിന്റെ ഇൻസൈഡ് പോർഷനിൽ വിരിച്ചിട്ടുള്ളത്. വാളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ഇന്റർലോക്ക് ബ്രിക്സ് അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് എക്സ്പോസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടെക്സ്ചർ പെയിന്റ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒരു ഗോൾഡൻ ഷെയ്ഡ് വരുന്ന ഈ ഒരു പെയിന്റ് ആണ് എക്സ്റ്റീരിയറിലുടനീളം ഉപയോഗിച്ചിരിക്കുന്നത്. പൂജാമുറി വരുന്ന ഈ ഒരു ഭാഗത്തായിട്ട് 2 ഫിൻസ് കൊടുക്കുകയും അവിടെ ഒരു ഗ്ലാസ് കവറിങ് നൽകുകയും ചെയ്തിട്ടുണ്ട്. പഴയകാല തറവാട് വീടുകളിൽ കാണുന്ന പോലെയുള്ള 2 പില്ലേഴ്സ് നമുക്ക് ഇവിടെ സിറ്റ് ഔട്ടിൽ കാണാൻ കഴിയുന്നുണ്ട്. കോൺക്രീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ഈ പില്ലറുകളെല്ലാം തന്നെ തേക്കിന്റെ ഡിസൈൻ ചെയ്തിട്ട് മരത്തിന്റെ ലുക്കിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. സിറ്റ് ഔട്ടിന്റെ ഒരു വശത്തായിട്ട് നൽകിയിരിക്കുന്ന ഈ ഇരിപ്പിടത്തിന് മുകളിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത്. താഴെയുള്ള ഭാഗം ഷൂ ബോക്സ് ആക്കി സജ്ജീകരിക്കുകയും ചെയ്തിരിക്കുന്നു. പൂർണ്ണമായും വുഡാണെന്ന് തോന്നുന്ന തരത്തിലുള്ള റെഡിമെയ്ഡ് സ്റ്റീൽ ഡോറും കട്ടിളയുമാണ് ഇവിടെ പ്രധാന വാതിലിനായിട്ട് നൽകിയിരിക്കുന്നത്. അതിനോട് ചേർന്ന് വരുന്ന 2 പാളിയുടെ വിൻഡോ UPVC കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. ഇനി വീടിന്റെ അകത്തെ വിശേഷങ്ങളിലേക്ക്. 12-16 സൈസ് വരുന്ന ഒരു ലിവിംഗ് സ്പേസിലേക്കാണ് പ്രധാന വാതിൽ കടന്ന് നമ്മൾ എത്തുന്നത്. ഒരു കോർണർ L ഷേപ്പ് സോഫയാണ് ഇവിടെ ലിവിംഗ് ഏരിയയിൽ കൊടുത്തിരിക്കുന്നത്. മുന്നിലായി ഒരു ചെറിയ ടീപ്പോയും നൽകിയിരിക്കുന്നു. ഈ ഒരു ഏരിയയുടെ ഫ്ലോറിങ്ങിന്റെ കാര്യം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ജോയിന്റ് ഫ്രീ ആയി ചെയ്തത് കൊണ്ട് തന്നെ മാർബിൾ ഫിനിഷിംഗ് ലുക്ക് ഈ ഒരു ഏരിയയ്ക്ക് നൽകുന്നുണ്ട്. എന്നാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കോസ്റ്റ് എഫക്റ്റീവ് വിട്രിഫൈഡ് ടൈലുകളാണ്. വീടിന്റെ ഇന്റീരിയറിലും ട്രഡീഷണൽ ലുക്ക് കൊണ്ടുവരുന്നതിന് 1-2 ഘടകങ്ങൾ ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് എൻ്റെ ഈ പിറകിൽ കാണുന്ന വാള്. ഇന്റർലോക്ക് ബ്രിക്സ് എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ ലാറ്ററേറ്റിന്റെ ടച്ച് വരുന്ന രീതിയിലുള്ള ഒരു ടെക്സ്ചർ വർക്കാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇന്റീരിയറിൽ പലയിടത്തായി ഇത്തരത്തിലുള്ള ടെക്സ്ചർ വർക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. കൂടാതെ ഫാൾ സീലിംഗ് ഡിസൈൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പണ്ട് കാലത്തെ തറവാട് വീടുകളിൽ ഉണ്ടായിരുന്ന മച്ചിന്റെ ഡിസൈൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 4-5 സൈസ് വരുന്ന രീതിയിലാണ് ഈ ഒരു പൂജാ ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. മൾട്ടി വുഡ് കൊണ്ടാണ് ഈ ഒരു ഭാഗം മനോഹരമാക്കിയിരിക്കുന്നത്. വലിയൊരു ഹാൾ സ്പേസിലേക്കാണ് നമ്മൾ പിന്നീട് എൻ്റർ ചെയ്യുന്നത്. ഈ ഹാളിൻ്റെ ഈ ഒരു വശത്തായിട്ടാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴെയായിട്ട് പരമാവധി നാച്ചുറൽ ലൈറ്റ് കിട്ടുന്ന രീതിയിൽ തന്നെയുള്ള ഒരു വലിയ UPVC വിൻഡോയും അതിനൊരു ഗ്രില്ലും നൽകിയതും നമുക്ക് കാണാം.
ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റെയറിന്റെ താഴെ ഒരു ചെറിയൊരു സ്റ്റോറേജ് യൂണിറ്റും ഷോപ്പീസുകൾ വെക്കുന്നതിനുള്ള ഒരു സജ്ജീകരണം കൂടി ഇവിടെ നൽകിയിട്ടുണ്ട്. മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. 11-13 സൈസിലാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ആ ഒരു വശത്തായിട്ട് ഒരു ബേ വിൻഡോ ആണ് നൽകിയിട്ടുള്ളത്. കൂടാതെ നമ്മൾ ലിവിംഗ് ഏരിയയിലും ഡൈനിങ് ഏരിയയിലും കണ്ടതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫ്ലോറിംഗ് ആണ് ഇവിടെ നൽകിയിട്ടുമുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന്റെ ബാത്റൂമിന്റെ ഡോർസ് എല്ലാം ഫൈബർ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളവയാണ്. 4 ഡോറുകൾ വരുന്ന ഒരു വാർഡ്രോബ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സാധാരണ നമ്മൾ കാണുന്നതിലും വ്യത്യസ്തമായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ചെറിയ സ്റ്റോറേജ് യൂണിറ്റും അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ഫുൾ സൈസ് മിറർ കൂടി ഇവിടെ നൽകിയിട്ടുണ്ട്. സിമ്പിളായിട്ട് കൊടുത്തിട്ടുള്ള ഒരു ഫാൾ സീലിംഗ് ഡിസൈനിൽ പ്രൊഫൈൽ ലൈറ്റുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് വീടിന്റെ രണ്ടാമത്തെ കിടപ്പുമുറി ഒരുക്കിയിരിക്കുന്നത്. ഈ വീടിന്റെ ഇന്റീരിയറിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ ഡോർസ് ആൻഡ് ഫ്രെയിംസും സ്റ്റീല് കൊണ്ടുള്ള റെഡിമെയ്ഡ് വുഡൻ ഡിസൈൻ ഡോർസ് ആണ്. കൂടാതെ വിൻഡോസ് എല്ലാം തന്നെ UPVC കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതുമാണ്. ഒരു ഗ്രീൻ കളർ തീമിലാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഡ്രസ്സിംഗ് ഏരിയയും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം കൂടി ഒരുക്കിയിരിക്കുന്നു. ഹാളിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് 6 പേർക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള ഒരു ഡൈനിങ് അറേഞ്ച്മെന്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു ക്രോക്കറി ഷെൽഫും സ്റ്റോറേജ് യൂണിറ്റും വാഷ് ഏരിയയും ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. മിനിമം സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. സൈസിലാണ് ഒരു സെമി കിച്ചൺ ഓപ്പൺ മാതൃകയിൽ ഈ വീടിന്റെ കിച്ചൺ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഡീപ്പ് മറൈൻ ബ്ലൂവും യെല്ലോയും കളർ കോമ്പിനേഷൻ വരുന്ന രീതിയിൽ സിമന്റ് ബോർഡും മൾട്ടിവുഡും ഉപയോഗിച്ചിട്ടാണ് ഇവിടുത്തെ സ്റ്റോറേജ് യൂണിറ്റുകളെല്ലാം തന്നെ നിർമ്മിച്ചിരിക്കുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് ഇവിടെ ടോപ്പായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. താഴെ ഫ്ലോറിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രിപ്പോട് കൂടിയിട്ടുള്ള വുഡൻ ഫിനിഷിംഗ് വരുന്ന ഒരു ടൈലാണ് വിരിച്ചിരിക്കുന്നത്. കിച്ചണിൽ നിന്ന് 10-7 സൈസ് വരുന്ന അത്യാവശ്യം സൗകര്യങ്ങളോട് കൂടിയ ഒരു വർക്ക് ഏരിയയിലേക്കാണ് നമ്മൾ കടന്നിട്ടുള്ളത്. കിച്ചണിൽ ഉപയോഗിച്ച അതേ ഫ്ലോറിംഗ് ടൈല് തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. ടോപ്പിൽ ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുന്നു. നേരത്തെ കിച്ചണിൽ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. സീഫോം ഗ്രീനും പീച്ച് ഷെയ്ഡും വരുന്ന രീതിയിലാണ് ഇവിടുത്തെ സ്റ്റോറേജ് യൂണിറ്റുകളെല്ലാം ഒരുക്കിയിരിക്കുന്നത്. വർക്ക് ഏരിയയോട് ചേർന്ന് തന്നെ ഒരു ചെറിയ സ്റ്റോർ റൂമും വാഷിംഗ് മെഷീൻ വെക്കുന്നതിനുള്ള സൗകര്യവും കൂടി ഒരുക്കിയിരിക്കുന്നു. GIയുടെ സ്ട്രക്ചറിൽ വുഡന്റെ സ്റ്റെപ്സും ഹാൻഡ് റെയിലും വരുന്ന രീതിയിലാണ് ഇവിടുത്തെ സ്റ്റെയർ ഒരുക്കിയിരിക്കുന്നത്.
സ്റ്റെയർ കയറി നമ്മൾ എത്തുന്നത് ഈ ഒരു ഹാൾ സ്പേസിലേക്കാണ്. ഇവിടെയായിട്ടാണ് മുകൾ നിലയിലെ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. അവിടെയായി ബാൽക്കണിയിലേക്കുള്ള ഡോറും കൊടുത്തിരിക്കുന്നു. 10-13 സൈസിലാണ് ഈ ഒരു ഹാൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. എൻ്റെ പിറകിൽ കാണുന്ന ഈ ഒരു വാള് നമുക്ക് കാണാം. ഒരു ബ്ലൂ ഷെയ്ഡിലെ ടെക്സ്ചർ വർക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. GIയിൽ ഡ്രസ് വർക്ക് ചെയ്തിട്ട് നാനോ സെറാമിക് ഓട് വിരിക്കുകയാണ് റൂഫിങ്ങിൽ ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. അത് അതേപോലെ കാണുന്ന രീതിയിലാണ് ഈ ഒരു ഹാൾ സ്പേസിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്. മാസ്റ്റർ ബെഡ്റൂമിന് മുകളിലായിട്ട് അതിൻ്റെ അതേ സൈസിൽ ഒരുക്കിയിരിക്കുന്ന ഒരു ബെഡ്റൂമാണിത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ബെഡ്റൂമിനായിട്ട് നമ്മളൊരു ചെറിയ ബാൽക്കണി ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. മുകൾ നിലയിലുള്ള കോമൺ ബാൽക്കണിയാണിത്. നമ്മൾ ഹാളിൽ നിന്ന് കടക്കുന്ന രീതിയിലുള്ള ഇവിടെ ഒരു ചെറിയ സിറ്റിംഗ് സ്പേസ് ഒരുക്കിയിട്ടുണ്ട്. GIയുടെ സ്ക്വയർ ട്യൂബ്സ് ആണ് ഇവിടെ സുരക്ഷയ്ക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ചെറിയ ചാരുപടി കൂടി കൊടുത്തിട്ടുണ്ട്. അതും GI കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. ബാൽക്കണിയിൽ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള ഓപ്പണിംഗ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ പേര് അനിൽ എന്നാണ്. ഈ സ്ഥലം എന്ന് പറയുന്നത് മാന്നാർ, ആലപ്പുഴ ഡിസ്ട്രിക്റ്റ് മാന്നാർ പഞ്ചായത്താണ്. കുട്ടമ്പേരിലാണ് ആക്ച്വലി ഈ സ്ഥലത്തിൻ്റെ പേര്. എൻ്റെ പേര് രാജി. ഞാൻ ഹൗസ് വൈഫാണ്. പക്ഷേ എൻ്റെ ഫീൽഡ് എന്ന് പറയുന്നത് സിവിൽ തന്നെയാണ്. അത്യാവശ്യം ഞങ്ങൾ രണ്ടും കൂടെ ചേർന്നിട്ടാണ് ഇതിൻ്റെ ഒരു പ്ലാനും കാര്യങ്ങളും ഒക്കെ ചെയ്തത്. ഇത് മോള് അനുപമ, ഇതിപ്പം +2 പഠിക്കുന്നു. ഇവിടെ മാന്നാർ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. നോർമലി നമ്മൾ സാധാരണ എല്ലാവരും കാണുന്ന പോലെ വീഡിയോസൊക്കെ, യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ടാണ് നമ്മളും ഈ വീടിൻ്റെ വർക്ക് മുമ്പോട്ട് എങ്ങനെ കൊണ്ടുപോകണം എന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തൊക്കെ. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുമായിരുന്നു നമ്മുടെ ഈ ഇൻ്റർലോക്ക് ബ്രിക്സ്. ഒരു വീട് പണി തുടങ്ങിയ ഒരു ഷെയ്ഡ് ലെവലായി എന്ന് തോന്നുന്നു. അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മുടെ ഈ നാട്ടിലൊക്കെ കുറച്ച് ഇത് പബ്ലിഷായി, ഇത് എന്തോ ഒരു കട്ടയാണ്, അത് വേറെ വെറൈറ്റിയാണ്, നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ല എന്നൊക്കെ ഉള്ള രീതിയിലേക്ക് വന്നു. അപ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ ഇത് കാണാൻ വന്നു. പിന്നെ കട്ട നമ്മൾ കെട്ടിത്തേക്കുന്നതിന് മുമ്പ്, കട്ട കെട്ട് തുടങ്ങിയ സമയത്ത് തന്നെ എന്തോ പുതിയ കട്ടയാണ്. അപ്പോഴത്തേക്ക് ആൾക്കാർ അറിഞ്ഞു ഇതുപോലെ ഇന്ന കട്ടയുണ്ട്, ഇന്നടത്തു നിന്ന് വന്നു. അപ്പോൾ ഞങ്ങൾ ഒരുപാട് പേര് ചോദിച്ചു എവിടെ നിന്നാ കട്ട എടുത്തത്. അപ്പോൾ ഞങ്ങൾ ഇതുപോലെ മലപ്പുറത്തു നിന്നാണ് ചോദിച്ചു, അതെന്താ ഇവിടെങ്ങും കിട്ടത്തില്ലേ എന്നുള്ളൊരു ഇത് വന്നു. അപ്പോൾ ഞങ്ങൾ ഈ കമ്പനി തന്നെ ഉള്ള കട്ടയാണ്, അപ്പോൾ അവർ തന്നെയാണ് നമുക്ക് ഇറക്കി തരുന്നത്. അപ്പോഴത്തേക്ക് പലയിടത്തു നിന്നും ആൾക്കാർ ഇത് കാണാൻ വന്ന് ഇത് റെഫർ ചെയ്തുകൊണ്ട് പോയിട്ട്, പിന്നെ സാറിനെ ഒരുപാട് പേര് അതിന് ശേഷം കോണ്ടാക്ട് ചെയ്തു, ഇതുപോലെ ഇന്ന രീതിയിൽ വേണം. അതിനുശേഷം കുറേ വീടുകൾ പണിഞ്ഞു. അതിന് ഈ നമ്മുടെ ഈ കട്ട കണ്ടിട്ട്, ഈ പണി കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ അതിന് ശേഷം, എനിക്കൊന്ന് ഒരുപാട് വർക്ക് അതിന് ശേഷം കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അത്രയും പിന്നെ ഈ കട്ട ഭയങ്കര ഫേമസ് ആയി ഇവിടെ നമ്മൾ തുടങ്ങിയതിന് ശേഷം. അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്. ഇന്റർലോക്ക് ബ്രിക്സ് ആക്ച്വലി ഇപ്പൊ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അകത്ത് തണുപ്പ് നല്ല തണുപ്പാണ്. പുറത്ത് അത്രയും ചൂടാണെങ്കിലും ഇതിനകത്ത് അതിനൊരു അത്രയും ചൂടിനകത്ത് ഫീൽ ചെയ്യുന്നില്ലല്ലോ. അത് നമ്മുടെ ഈ പാലുകാച്ചിന് വന്ന സമയത്തും ഒരുപാട് ആൾക്കാർ പറഞ്ഞു പുറത്ത് ഇത്രയും ചൂടാണല്ലോ, പക്ഷെ ഇതിനകത്തോട്ട് കയറുമ്പം നല്ല ഒരു തണുപ്പ് ഫീൽ ചെയ്തു. എല്ലാവരും അത് ഒത്തിരി പറഞ്ഞു, എല്ലാവരും പറഞ്ഞു നല്ല തണുപ്പാണല്ലോ നമ്മുടെ വീടിനകത്തെന്നുള്ളത്. അതാ ശരിക്കും അതിൻ്റെ ഒരു കാരണം, ഈ കട്ട എടുക്കാൻ തന്നെ കാരണം അതാണ്. പിന്നെ നമ്മൾ ഇവിടുത്തെ പണിയെന്ന് പറയുക എല്ലാം നമ്മൾ എന്ത് പറയുന്നോ അതവർ ചെയ്തു തരിക എന്നുള്ളതാണ്. അതിനകത്ത് അവരൊരു മാറ്റങ്ങളും വരുത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഈ പെയിൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും എല്ലാം ആ ഒരു രീതിയിൽ നമ്മൾ എന്ത് പറയുന്നു ഒരു മടിയില്ലാതെ അവരതെല്ലാം വൃത്തിയായിട്ട് ചെയ്ത് തന്നു എന്നുള്ളത് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള ഇത് തോന്നി വെച്ചാല് ഈ ബഹളമില്ല. അവർ വന്നു വർക്ക് ചെയ്യുന്നിട്ട് ഒരു 10 ദിവസം താമസിച്ചാൽ പോലും അയൽവക്കക്കാർക്ക് ഒരു കംപ്ലൈൻറ്റോ ഒന്നും, ഒരു ബഹളം. ചിലർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആളുണ്ടോ എന്ന് അറിയത്തില്ല. അതേപോലെ വളരെ സൈലൻ്റ് ആയിട്ടിരുന്ന ആൾക്കാർ വർക്ക് ചെയ്യും, ഓരോരോ വർക്ക് ചെയ്യുന്നു പോകുന്നു. എല്ലാം കൊണ്ട് നല്ലതായിരുന്നു. പിന്നെ പെയിന്റ് സെലക്ഷൻ എല്ലാം നമ്മൾ തന്നെ ആയിരുന്നു. എല്ലാം കളറെല്ലാം നമ്മൾ ഇന്ന പോലെ ഇന്നടത്ത് ഇന്ന കളർ വേണം എന്നുള്ളതെല്ലാം നമ്മൾ തന്നെ കൊടുത്തു. അങ്ങനെ തന്നെ ചെയ്തു തന്നതാണ്. ഈ കളറിനൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ആദ്യം ഈ കളർ അല്ലായിരുന്നു, ഞാൻ പറഞ്ഞു എനിക്കത് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അവരത് വീണ്ടും മാറ്റി നമുക്ക് പറ്റിയ കളറിലേക്ക് ആക്കി തന്നു. അങ്ങനെ ഒത്തിരി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. കണ്ടംപററി സ്റ്റൈൽ വേണ്ട എന്നുള്ളത് നമ്മുടെ ഒരു തീരുമാനമായിരുന്നു. കാരണം കണ്ടംപററി നമുക്ക് വീട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ അവസ്ഥ മാറും. അതുകൊണ്ട് നമ്മൾ ട്രഡീഷണൽ വേണം, നമുക്ക് ഓട് വേണം, അത് നമുക്ക് നിർബന്ധമായിരുന്നു. അപ്പം അതിലേക്ക് നമ്മൾ വന്ന് പിന്നെ അതിനുശേഷമാണ് ഡെവലപ്പ് ചെയ്ത് എങ്ങനെ പോകണം എന്നുള്ള രീതിയിലേക്ക് വന്ന് നമ്മൾ
അതേപോലെ ഇതിന്റെ ഓടെന്ന് പറയുന്നതും വ്യത്യസ്തമായി, അങ്ങനെ അങ്ങ് ആരും ഉപയോഗിച്ചിട്ടില്ല നമ്മുടെ ഏരിയയിൽ. അങ്ങോട്ടൊക്കെ ഉണ്ടാവും, നമ്മുടെ ഏരിയയിൽ വന്നപ്പോൾ ഈ ഓടും വ്യത്യസ്തമായിരുന്നു. ഈ ഓട് ഇട്ട് കഴിഞ്ഞ് ഇതുപോലെ ഈ ഓട് കാണാനായിട്ടും ഇവിടെ പ്ലാസ്റ്റിക് ആണോ ഫൈബർ ആണോ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ആൾക്കാർ, കാരണം ലൈറ്റ് വെയിറ്റ് ആണല്ലോ, അപ്പം അങ്ങ് അതും തിരക്കി ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്, ഈ ഓടിനെ കുറിച്ച് അന്വേഷിച്ചിട്ടും വന്നിട്ടുണ്ട്. അവസാനം നമുക്കിങ്ങനെ ഒരു സക്സസ്സിലേക്ക് എത്താൻ പറ്റി. 1908 സ്ക്വയർ ഫീറ്റിൽ 3 കിടപ്പുമുറികളോടുകൂടി ആലപ്പുഴ ജില്ലയിലെ മാന്നാറിൽ നിർമ്മിച്ച ശിവപൗർണമി എന്ന വീട് നിങ്ങൾക്കേവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഏകദേശം 34 ലക്ഷം രൂപയാണ് ഇന്റീരിയർ ഉൾപ്പെടാതെ ഇന്ന് ഇത്തരത്തിലൊരു വീട് നിർമ്മിക്കുന്നതിന് ചെലവാകുക. അടുത്ത വീടുമായി ബഡ്ജറ്റ് ഹോംസിന്റെ എപ്പിസോഡിലൂടെ കാണുന്നതുവരെ അപർണ ഷിബിൻ സൈനിങ് ഓഫ്.